PV Anwar MLA വിവിധ ഘട്ടങ്ങളിലായി വിവിധ വാർത്താ സമ്മേളനങ്ങളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ആരോപണങ്ങളോടൊപ്പം വിവിധ പ്രശ്നങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളം ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് PV Anwar അത് മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിദാൻ ബാസിൽ കൊലക്കേസ്. 2023 ഏപ്രിൽ 22 പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പുലിക്കുന്ന് മലയിൽ വെടിയേറ്റ് മരിച്ച നിലയിലാണ് റിദാൻ ബാസിലിനെ കണ്ടെത്തുന്നത്. 27 വയസ്സായ ചെറുപ്പക്കാരൻ. എങ്ങനെ കൊലപ്പെടുത്തി, ആര് കൊലപ്പെടുത്തി എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തി നിരപരാധിയെ പ്രതിയാക്കുന്നു എന്ന ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അന്ന് സുപ്രധാനമായ ഒരു തെളിവ് നഷ്ടപ്പെട്ടിരുന്നു. അതാണ് റിദാൻ ബാസിലിന്റെ ഫോണുകൾ. അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് ഫോണുകൾ ഉണ്ടായിരുന്നു. ആ ഫോണുകൾ എവിടെ പോയി എന്ന ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ടെലിഫോൺ നശിപ്പിച്ചു, ടെലിഫോൺ ഒളിപ്പിച്ചു എന്ന ആരോപണമാണ് അന്ന് PV Anwar ഉന്നയിച്ചത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനും നിരപരാധികളെ കേസിൽ കൊടുക്കാനും വേണ്ടി. കേസിൽ ഒന്നാം പ്രതിയായി ചേർത്ത മുഹമ്മദ് ഷാൻ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല, അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. PV Anwar MLAയും അത് ഉന്നയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടക്കണം. എവിടെയാണ് ഫോൺ പോയത്, എങ്ങോട്ട് പോയി ഫോൺ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു, വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴൊന്നും ഈ ടെലിഫോണിൽ പറഞ്ഞ വിവരങ്ങളോ ടെലിഫോൺ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അന്ന് കുറ്റപത്രത്തിൽ ടെലിഫോൺ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ടെലിഫോൺ രേഖകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് സംശയത്തിന് ഇടയാക്കിയത്. അതാണ് PV Anwar ഉന്നയിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നും കേസ് പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ കോടതിയെ സമീപിക്കുകയും കോടതി അനുവാദം നൽകുകയും ചെയ്തിരുന്നു. എന്താണ് കാരണമെന്നില്ലേ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ രേഖകൾ ലഭിച്ചിട്ടുണ്ട്, ടെലിഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതേക്കുറിച്ചുകൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ വിചാരണ നടപടികൾ ആരംഭിച്ച കേസ്, ആ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു പോലീസ്. എപ്പോൾ? PV Anwar ആരോപണവുമായി രംഗത്ത് വന്നതിന് ശേഷം. എന്ന് വെച്ചാൽ PV Anwar ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് തെളിയുന്നു എന്നർത്ഥം. നോക്കൂ, PV Anwar അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ ദുരൂഹത ഉണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും പലതവണ ആവർത്തിച്ചിരുന്നു. ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് വീണ്ടും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിരുന്നു. ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്ന വ്യക്തി തുടരുന്നിടത്തോളം കാലം ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് ഇന്നത്തോടെ വ്യക്തമായിട്ടുണ്ട്. നിലവിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ എടവണ്ണ പോലീസ് പുതിയൊരു നീക്കം നടത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട റിദാനിന്റെ കാണാതായ ഫോണുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ അന്വേഷണത്തിനായി വിചാരണ നിർത്തിവയ്ക്കണം എന്നും ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രകാലവും ലഭിക്കാതിരുന്ന ഈ വിവരം കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഞാൻ ഈ ആരോപണം ഉയർത്തിയ ശേഷം എങ്ങനെ ലഭിച്ചു എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പോലീസിന്റെ തലപ്പത്തുള്ള ചില ആരോപണ വിധേയർക്ക് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ റിദാന്റെ ഐഫോണിൽ ഉണ്ടായിരുന്നെന്നും ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി റിദാനെ കൊലപ്പെടുത്തുകയും പിന്നീട് ഈ ഫോൺ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ കേസിലെ ദുരൂഹതയും. അന്വേഷണം അട്ടിമറിക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ വിഷയം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത നിർവാഹമില്ല. പുതിയ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ പുനരന്വേഷണം നടത്തുകയും വേണം. PV Anwar ഇടപെട്ടു എന്നതിന്റെ പേരിൽ റിദാന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടരുത് എന്ന നിർബന്ധം എനിക്കുണ്ട്. നാളെ ഒരു കാലത്ത് PV Anwar ഇക്കാര്യം വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന പരാതി ഉയരാൻ പാടില്ല എന്നതിനാൽ ഈ വിഷയം നിങ്ങൾ പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. ഈ വിഷയം നിങ്ങൾ പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം ഒരു രേഖ കൂടി അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി 3 മഞ്ചേരി മുമ്പാകെ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം സമർപ്പിക്കുന്ന ഒരു കത്തിന്റെ കോപ്പി, ഒരു അഭ്യർത്ഥനയുടെ കോപ്പി. സാർ, വിഷയം കോടതി മുമ്പാകെ വിചാരണ നടന്നു വരുന്ന കേസിൽ സെക്ഷൻ 173(8) CRPC പ്രകാരം കേസിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് തുടരന്വേഷണം നടത്തുന്നതിന് അനുമതിക്കായുള്ള റിപ്പോർട്ട് സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രേഖ കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ആ സമർപ്പിച്ച റിപ്പോർട്ട്, കോടതിക്ക് മുന്നാകെ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അവസാന പാരഗ്രാഫ് അതിങ്ങനെയാണ്: വിചാരണ മധ്യേ പ്രതികൾ നടത്തിയ കൊലപാതകത്തെ സംബന്ധിച്ചും മരണപ്പെട്ട
റിദാൻ ബാസിൽ എന്നയാളുടെ പക്കൽ നിന്നും കാണാതായതുമായ മൊബൈൽ ഫോണുകളെ സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളതിനാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നതിനാലും ബഹുമാനപ്പെട്ട കോടതിയിൽ വിചാരണ നടന്നു വരുന്ന സൂചനയിൽ പറഞ്ഞതായ കേസിൽ വിചാരണ നടപടികൾ നിർത്തിവെച്ച് കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനുള്ള അനുമതിയിലേക്കായി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, എടവണ്ണ പോലീസ് സ്റ്റേഷൻ ആണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷന് അനുമതി നൽകിയിരിക്കുന്നത് എന്നർത്ഥം. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ നിർണായകമായ ഫോൺ ഇന്നലെ വരെ ലഭിച്ചിരുന്നില്ല പോലീസിന്. ആ ഫോൺ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് PV അൻവർ വാർത്താ സമ്മേളനം വിളിക്കുകയും അതിന് പിറകിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽപ്പെട്ടവരുണ്ട് എന്നും അതിന് പിറകിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് ഈ ഫോൺ കാണാതായത് എന്നും അന്ന് PV അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് പെട്ടെന്ന് ഈ ഫോൺ രേഖകൾ പുറത്തു വന്നു. ടെലിഫോൺ രേഖകൾ ലഭിച്ചിരിക്കുന്നു, ടെലിഫോണിലെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുനരന്വേഷണത്തിന് അപേക്ഷിക്കുന്നത് പോലീസ്, കോടതി അനുവദിക്കുന്നത്. PV അൻവർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. PV അൻവർ പറയുന്നത് ശരിയാണ് എന്ന് തെളിയിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ചില രേഖകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. PV അൻവർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വിവരങ്ങൾ പുറത്തു വരില്ലായിരുന്നു എന്നർത്ഥം. ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുക എന്നാണ് അറിയുന്നത്.